എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാറയ്ക്കിടയിലൂടെയുള്ള സ്റ്റെപ്പ് കയറി ഞാൻ മുകളിലേക്ക് പോകുന്നത് കണ്ടോ? എങ്ങോട്ടേക്കാണെന്നോ? ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രം, വണ്ടാർ. വണ്ടാർ എന്ന് പറയുമ്പോൾ ഇത് കൊട്ടാരക്കരയ്ക്ക് കുറച്ചടുത്താണ്. ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ പിന്നെ കൊട്ടാരക്കരയ്ക്ക്. അങ്ങോട്ടേക്ക് എത്താനുള്ള മാർഗം ഞാൻ വഴിയെ പറയാമേ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സമുദ്രനിരപ്പിൽ നിന്നൊരു 3000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഈ മാർഗം കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഉറുകുന്നു പോയതാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങളെത്തി. അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ മാർഗം വഴിയാണ്. ഈ സ്റ്റെപ്പ് കയറി അങ്ങേ അറ്റത്ത് ആ ഉയർന്നു കാണുന്നതാണ് ക്ഷേത്രം. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. കാരണം നല്ല മഴയായിരുന്നു പോരുന്ന വഴിക്കൊക്കെ. അപ്പോൾ വിചാരിച്ച പോലെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ മൈതാനത്തിനകത്തേക്കാണ് കയറിയത്. അങ്ങനെ വന്ന് ഞങ്ങളിതാ ഇവിടെ ഈ കാണുന്ന സ്റ്റെപ്പിലേക്കാണ് അങ്ങോട്ടേക്കാണ് വന്നത്. ആ സ്റ്റെപ്പ് കയറിയാണ് ഞങ്ങൾ മുകളിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് വഴി തിരിച്ചിറങ്ങുകയാണ് ചെയ്യേണ്ടത്. ആദ്യം കണ്ട സ്റ്റെപ്പിലൂടെ മുകളിൽ കയറിയിട്ട് ഇതിലേ വേണം തിരിച്ചിറങ്ങാൻ. പക്ഷേ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ അതിലേ അങ്ങ് കയറി. എളുപ്പമുണ്ടല്ലോ കുറച്ചും കൂടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം നട അടയ്ക്കാറായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു 11 മണി വരെ മാത്രമേ നട തുറന്നിടുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ 10 മണി വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അവിടെ നമുക്ക് വഴിപാട് സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. പക്ഷേ നട അടയ്ക്കാറായതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും വാങ്ങിയില്ല. കാണിക്ക അർപ്പിച്ചു, ഭഗവാനെ തൊഴുതു. അങ്ങനെ തൊഴാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇവിടെ പ്രധാന പ്രതിഷ്ഠയായി ആദ്യമേ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് ശ്രീ പാർവതിയും പരമശിവനുമാണ്. പിന്നീട് കുറേ കാലമേ ആയുള്ളൂ ഇവിടെ ഭൂതനാഥൻ അഥവാ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ അയ്യപ്പസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു കാഴ്ച എത്ര മനോഹരമാണെന്നോ. അങ്ങനെ ഭഗവാനെ തൊഴുത് കുറച്ച് സമയം അവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നോ, ഇതാ ഈ കാണുന്ന 18ാം പടി. അപ്പോൾ നമ്മൾ അങ്ങ് താഴെ കണ്ട സ്റ്റെപ്പ് കയറി വന്ന് ഈ 18ാം പടിക്ക് മുൻപിലാണ് എത്തുക. അങ്ങനെ 18ാം പടി ചവിട്ടി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. എന്നിട്ട് തിരിച്ച് മറ്റേ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി പോവുക തൊഴുതിന് ശേഷം. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഒരുപക്ഷെ ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല. ഒരുപക്ഷെ 18ാം പടി ആദ്യം അവിടെ ചവിട്ടാനായിരിക്കാം ഭഗവത് നിശ്ചയം. അങ്ങനെ ഏതായാലും തൊഴാൻ പറ്റി. ഇതാ നോക്കൂ എത്ര ഭംഗിയാണെന്നോ. പിന്നെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ ഇങ്ങനെ മണികൾ, ഒരുപാട് മണികൾ ഇങ്ങനെ എല്ലായിടവും നിറയെ മണികൾ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ ഒരു പ്രധാന വഴിപാടാണ്. കണ്ടോ, ഇത് മുഴുവൻ മണികളാണ്. എല്ലാവരും വരുന്നവരൊക്കെ ഇങ്ങനെ മണി കിട്ടും അവിടെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. ഇതാണ് കരിക്കുടയ്ക്കുന്ന സ്ഥലം. അയ്യപ്പസ്വാമി അല്ലേ. അപ്പോൾ ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നുണ്ട്. പിന്നീട് ആ കാണുന്നതാണ് മൂലസ്ഥാനം എന്ന് പറയും. പണ്ട് ഇവിടെ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൂലസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീടാണ് ഇങ്ങനെ ഈ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഇത്രയും വിശാലമായ രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കും തൊഴാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ സമയം പ്രകൃതി, ആ ഒരു മനോഹരമായ പ്രകൃതി കണ്ടു നിന്നു. മണികൾ കണ്ടോ കെട്ടിയിരിക്കുന്നത്? ഇതിവിടെ ഒരുപാടുണ്ട്. ഈ സ്റ്റെപ്പിലും ഈ ചുറ്റുപാട് മുഴുവൻ ഇങ്ങനെ മണി കെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തരും വരുന്നവരെ വഴിപാടായിട്ട് ചെയ്യുന്നതുമാണ്. അങ്ങനെ ഇതാ നോക്കൂ, ആ കാണുന്ന സ്റ്റെപ്പ് അങ്ങ് താഴെ കണ്ടില്ലേ? ആ സ്റ്റെപ്പ് മുകളിൽ ഇവിടവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതുവഴി ഇങ്ങനെ നേരെ നമുക്ക് കയറിപ്പോരാം. അപ്പോൾ ഇതാണ് മൂലസ്ഥാനം. അങ്ങനെ അവിടെ തൊഴുത് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ഫൗണ്ടൻ കണ്ടു. അപ്പോൾ ഇതെന്താണ്, അമ്പല പരിസരത്ത് ഒരു ഫൗണ്ടൻ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇപ്പോൾ കുറേയേറെ ഒരുപാട് ആളുകളൊക്കെ വന്നു പോകുന്നതല്ലേ. അപ്പോൾ ആകർഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഓരോന്ന് ചെയ്യുന്നതായിരിക്കാം എന്ന് തോന്നി. പിന്നീട് താഴേക്ക് നോക്കിയപ്പോഴാണ് കാവ് കണ്ടത്. അവിടെ
യക്ഷിയമ്മയും നാഗരാജാവും ഒക്കെയുണ്ട്. അപ്പോൾ സമയം ഏകദേശം നട അടയ്ക്കാറായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങണം. കുറച്ച് സമയം കൂടെയൊക്കെ തന്നിരുന്നു അവിടെ നിന്ന് തൊഴാനും ആ പ്രദേശം കാണാനൊക്കെ. ഇത്രയും ദൂരെ നിന്നൊക്കെ വന്ന് നമ്മൾ മുകൾ വരെ എത്തുന്നതല്ലേ, അപ്പോൾ അവർ കുറച്ചൊക്കെ നമ്മൾക്ക് അതിനുള്ള ആ ഒരു സമയമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇതിലെയാണ് ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ അതിലെ തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. ഞങ്ങൾ താമസിച്ചു പോയത് എന്താണെന്നോ, കോട്ടയത്തുനിന്ന് 2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. പക്ഷേ അതിൽ 2.25 മണിക്കൂറും നല്ല മഴയായിരുന്നു, ഇടതടവില്ലാത്ത മഴ. അപ്പോൾ ഞങ്ങൾ 2 വീലറിലല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു താമസമുണ്ടായി. അങ്ങനെ താഴെ കാവിലെത്തി. കാവ് വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആ ഒരു തനിമ ചോരാതെ തന്നെ. പിന്നെ തറയൊക്കെ കുറച്ച് ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അത്തരം ആധുനികതയൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, ആ ഒരു തനിമ നഷ്ടപ്പെട്ടു പോയ പോലൊക്കെ തോന്നും. എങ്കിലും സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ ഇതാ നോക്കൂ, ഇവിടെ യക്ഷിയമ്മയുണ്ട്, നാഗരാജാവുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് തോന്നി ഇതുപോലെ പല ആകൃതിയിൽ ഇങ്ങനെ നിശബ്ദമായി ആ ഒരു പാറ, വലിയ വലിയ പാറകൾ. ഒപ്പം തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല സുഗന്ധമാണ്. അത് പാലപ്പൂവിൻ്റെയാണ്. ഇതാ നോക്കൂ, യക്ഷിയമ്മയുടെ ആ ഒരു തറ കെട്ടിയിരിക്കുന്ന പാലയാണ്. പാല ഇങ്ങനെ നിറച്ച് പൂത്തു നിൽക്കുന്നത് ഞാൻ അങ്ങനെ മണം ഒക്കെ ആ ഒരു സുഗന്ധമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എല്ലായിടവും പാല പൂത്തു നിൽക്കുന്നത് അധികം കണ്ടിട്ടില്ല. ഇവിടെ എവിടെ നോക്കിയാലും പാല ഇങ്ങനെ പൂത്തു നിൽക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ പാലപ്പൂവിൻ്റെ മണവും യക്ഷിയമ്മയെന്നും ഒക്കെ പറയുമ്പോൾ എന്തൊരു ഭയമായിരുന്നു. അപ്പോൾ കയറി വരുന്ന ആ ഒരു തിരക്കിൽ സമയം പോകുമല്ലോ, നട അടയ്ക്കുമല്ലോ എന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴാണ് അതെല്ലാം കണ്ടത്. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കിളികൾ കണ്ടോ, കരിയിലെ കിളികൾ, അണ്ണാന് ഒക്കെ ഇങ്ങനെ യാതൊരു പേടിയും കൂടാതെ അവിടെ അവരുടേതായ സ്വൈര ജീവിതം നയിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണത്. എവിടെയും നിറയെ ഇങ്ങനെ കിളികളുടെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അടയ്ക്കാറായി. എല്ലായിടവും അടയ്ക്കും, ഒരു 11 മണി കഴിയുമ്പോൾ അടയ്ക്കും. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ 10 മണി വരെ ഇവിടം തുറന്നിരിക്കുകയുള്ളൂ. അപ്പോൾ അമ്പലത്തിലെ ഒരു ജോലിക്കാരനും കൂടെ ഞങ്ങളുടെ ഒപ്പം വന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയമൊക്കെ തന്നു അവിടെയെല്ലാം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇത് കോട്ടയം കൊട്ടാരക്കര റോഡിലാണ്. അപ്പോൾ വണ്ടാർ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. ഈ വണ്ടാറിൽ എത്തുന്നതിന് മുമ്പ് പുത്തൂർമുക്കുണ്ട്. പുത്തൂർമുക്കിൽ നിന്നും റൈറ്റ് തിരിഞ്ഞൊരു 3 കിലോമീറ്റർ പോരുമ്പോഴാണ് കോട്ടത്തല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ, അതായത് കോട്ടയം ശാസ്താംകോട്ട റോഡാണ്. വണ്ടാർ മുക്ക് എന്ന് പറയും. ഇടയ്ക്കൊരു ഗുരുമന്ദിരം ഒക്കെ ഉണ്ട്. അപ്പോൾ സൈൻ ബോർഡുകൾ എല്ലായിടവും ഉണ്ട്, വരാനായിട്ട് നല്ല എളുപ്പവുമാണ്. തികച്ചും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെ. നാമജപം അങ്ങനെ ഇടതടവില്ലാതെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എങ്ങും പാല പൂത്തു നിൽക്കുന്ന സുഗന്ധവും പൂമെത്ത വിരിച്ചതുപോലെയാണ് വഴി മുഴുവൻ ഇങ്ങനെ പാലപ്പൂ കിടക്കുന്നത്. ഇതാണ് പുറത്തു നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ. ആ ഒരു വലിയ പാറക്കല്ലിനെ ആയിട്ട് ബന്ധിപ്പിച്ച് അതിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് എത്താനുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു കാഴ്ചയാണ് ഇത്. അങ്ങനെ ഇവിടെയും എത്താൻ പറ്റി, ഭഗവാനെ തൊഴാനും സുന്ദരമായി പ്രകൃതി കാണുവാനും പറ്റിയെന്ന ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ മടങ്ങി.